നമസ്കാരം. പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം. മാർട്ടിൻ, ഇപ്പോൾ പ്രധാനമായും കോൺഗ്രസ്സുകാരിൽ തമ്മിൽ തന്നെ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് ഒരു വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ വി ഡി സതീഷിനെ തെറി വിളിക്കുന്നത് ആരാണ്? വി ഡി സതീശിനെ തെറി വിളിക്കുന്നത് ആരാണെന്നുള്ള വി ഡി സതീശിനെ മാത്രമല്ല ഒരുപാട് കോൺഗ്രസ് നേതാക്കളെ സൈബർ ഇടങ്ങളിൽ തെറി വിളിക്കുന്നത് കഴിഞ്ഞിടയ്ക്ക് കുറച്ച് നാളായിട്ട് പതിവായിട്ടിരിക്കണം. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിന് ശേഷം പതിവായിരിക്കുകയാണ്. അപ്പം ഇതാരാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് വി ടി ബൽറാമിനെ ചുമതലപ്പെടുത്തുന്ന ഒരു നിലയിലോട്ട് കഴിഞ്ഞ ദിവസം കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അതായത് കോൺഗ്രസ് ഗ്രൂപ്പുകൾക്കുള്ളിൽ നിന്ന് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതാരാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കും വലിയ വ്യക്തതയൊന്നുമില്ല. കാരണം കൂടുതലും ഫേക്ക് ഐഡികളിലൂടെ വന്നിട്ടാണ് കൂടുതലും ഇദ്ദേഹത്തെ ആക്രമിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം തീർച്ചയായിട്ടും കോൺഗ്രസിനുണ്ട്. അതായത് കോൺഗ്രസിലെ സൈബറിടത്ത് പ്രവർത്തിക്കുന്നവർക്കും അതല്ലാതെ ഈ സൈബർ മേഖലകൾ ഉപയോഗിക്കുന്ന കോൺഗ്രസ്സുകാർക്കും തീർച്ചയായിട്ടും ഇതിനെ പ്രതിരോധിച്ച് നിർത്തേണ്ട ഒരു ആവശ്യകത ഉണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു അഗ്നിപരീക്ഷയിലൂടെയാണ് കോൺഗ്രസ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെയൊരു സമയത്ത് ഇത്തരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ട വലിയൊരു ഉത്തരവാദിത്തം എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും ഉണ്ട്. അവരതിന് ബാധ്യസ്ഥരാണ്. അപ്പം ഇപ്പോഴും നിലവിലെ അവസ്ഥ നമുക്കറിയാം. സഭ തുടങ്ങിക്കഴിഞ്ഞു. സഭയിൽ ഇപ്പം വി ഡി സതീശൻ അടക്കമുള്ളവർ പല വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വരുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇതിന് ശേഷം ഇനി വരാൻ പോകുന്നത് വലിയ 2 തെരഞ്ഞെടുപ്പുകൾ കൂടിയാണ്. ഇനി കേരളം ആര് ഭരിക്കണം എന്നതിനെ പറ്റി ഉള്ള ഒരു ഉത്തരമാണ് ഇനി തേടാൻ പോകുന്നത്. മാത്രമല്ല ഇനി കോൺഗ്രസ് ഇനി കേരളത്തിൽ വേണോ വേണ്ടയോ എന്ന് പോലും തീരുമാനിക്കപ്പെടാൻ പോകുന്ന വലിയൊരു ഉത്തരമാണ് ഇനി സംഭവിക്കാൻ പോണത്. അപ്പം അതിലേട്ട് കോൺഗ്രസ് പോകുമ്പോൾ ഇത്തരം സംഭവങ്ങളെ അടിച്ചമർത്തേണ്ട അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെതിരെ പ്രതിരോധിക്കേണ്ട വലിയൊരു ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഒരു പക്ഷേ തകർന്നു പോകാനുള്ള എല്ലാ സാധ്യതയും കേരളത്തിൽ ഉണ്ട്. കാരണം ഇനി ഒരു പക്ഷേ കൂടി സമരം ഇനി ഒരു പക്ഷേ കൂടി അധികാരത്തിൽ എത്തിയില്ലെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കോൺഗ്രസിൽ നിന്ന് ആളുകൾ ചോർന്നു പോകുന്നൊരു ഗതികേടിലോട്ട് കാര്യങ്ങൾ പോകും. കാരണം ഞാനത് വെറുതെ പറയുന്നതല്ല. ഇതിനു മുമ്പ് മറ്റ് പല സംസ്ഥാനങ്ങളിലെയും കാര്യങ്ങൾ നമുക്കറിയാം. അധികാരം തുടർച്ചയായിട്ട് ഇല്ലാതെ വന്നപ്പോഴത്തേനും അവിടുത്തെ MLA-മാരെയും MP-മാരെയും നേതാക്കന്മാരെയും BJP പർച്ചേസ് ചെയ്തുകൊണ്ട് പോകുന്നൊരു അവസ്ഥ നമ്മൾ കണ്ടു. അപ്പം സമാനമായ രീതിയിൽ തന്നെ ഇവിടെയും സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇത് തന്നെയാണ് BJPയും ആഗ്രഹിക്കുന്നത്. അപ്പോൾ BJP ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഇനിയും ഒരു 3ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരണം എന്ന് തന്നെയാണ് BJPയും ആഗ്രഹിക്കുന്നത്. അങ്ങനെ വന്നാൽ മാത്രമായിരിക്കും കോൺഗ്രസിൽ നിന്ന് ആളുകളെ അടർത്തിക്കൊണ്ട് പോകാനും കോൺഗ്രസിനെ തകർക്കാനും തീർച്ചയായിട്ടും പറ്റത്തുള്ളൂ. മാത്രമല്ല ഒരു 3ാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും ഇടതുപക്ഷം തന്നെ തകരാനുള്ളൊരു സാധ്യതയിലോട്ടും ഉണ്ട്. അപ്പം അവിടെയാണ് BJPക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിലാകും. അപ്പം ഇത് പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് തീർച്ചയായിട്ടും BJP തന്നെ ഇതിന് ലക്ഷ്യം വെക്കുന്നുണ്ട്. അത് നമ്മൾ പറയേണ്ട മറ്റൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് സൈബർ ഇടങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നൊരു പാർട്ടി BJP ആണ്. കാരണം അവർ കോടിക്കണക്കിന് രൂപയാണ് അതിനുവേണ്ടി ചിലവഴിക്കുന്നത്. അതിനുവേണ്ടി സൈബർ ഇടങ്ങളിൽ കമൻ്റ് ഇടുന്നതിനും തെറി വിളിക്കുന്നതിനും പോസ്റ്റുകൾ ഇടുന്നതിനും അവർ വലിയൊരു ശൃംഖല തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇവർക്ക് പലർക്കും പല സമയത്തും പല മുഖങ്ങളായിരിക്കും. അപ്പം ഒരു കേന്ദ്രത്തിൽ നിന്നും നൽകുന്ന നിർദ്ദേശങ്ങളനുസരിച്ചായിരിക്കും ഇത്തരം കമൻറ്റുകളും പോസ്റ്റുകളും വരുന്നത്. ഒരു ക്യാപ്സൂൾ രൂപത്തിൽ എല്ലായിടത്തും മിനിറ്റുകൾ കൊണ്ട് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലാണ് ഇവരതിന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇപ്പോൾ എനിക്കൊരു ഫേക്ക് ഐഡി ഉണ്ടെന്ന് വെക്കുക, എനിക്കത് ആവശ്യാനുസരണം ഒന്നെങ്കിൽ BJPയുടെ മുഖമാക്കാം, അല്ലെങ്കിൽ CPM-ൻ്റെ മുഖമാക്കാം, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മുഖമാക്കാം. ഇങ്ങനെ എന്ത് വേണമെങ്കിലും എനിക്ക് പെട്ടെന്ന് സാധിക്കും. വെറുതെ ഒന്ന് പ്രൊഫൈൽ പിക്ക് ഒന്ന് മാറ്റിയാൽ മതി. അപ്പം ഇങ്ങനെ അല്ലെങ്കിൽ ഇത്തരം ഒരു രീതി ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിനുള്ളിൽ എന്തോ വലിയ സംഭവങ്ങൾ നടക്കുകയാണ് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇവർ കൊണ്ടെത്തിക്കുന്നത്. അതായത് വി ഡി സതീശന് നേരെ വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ ചുരിയുകയാണ് ഇവർ. ഇപ്പം വെറുതെ നമ്മൾ ഇടുന്ന വീഡിയോകളുടെ അടിയിൽ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും വി ഡി സതീശൻ്റെ പേര് പറയുമ്പോഴേ തെറി തുടങ്ങുകയാണ്. അപ്പം എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇങ്ങനെ ആക്രമിക്കുന്നതിനെ പറ്റി എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം വെച്ചാൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആരെങ്കിലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും രാഹുലും വി ഡി സതീശനും
അതെ. രണ്ട് ചേരിയിലാണെന്ന് വരുത്തി വരുത്തി തീർക്കാനുള്ള തീർക്കുക, അല്ലെങ്കിൽ ശ്രമമാണ് രാഹുലിനെതിരെ ഇതെല്ലാം ചെയ്തത് വി.ഡി. സതീശനാണ് സതീശനാണ് എന്ന് വരുത്തി തീർക്കാൻ. തീർക്കാനുള്ളതാണ് ഇവർ ശ്രമിക്കുന്നത്. കാരണം സത്യം പറഞ്ഞാൽ അതെ, ഇടതുപക്ഷവും ബി.ജെ.പിയും ശ്രമിക്കുന്നത്, അവര് രണ്ട് അതെ പാർട്ടിയാണെങ്കിലും ശ്രമിക്കുന്നത് അത് തന്നെയാണ്. അതെ അതെ അതെ. അപ്പം അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ, അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഇത് ആരാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ സൈബറിടത്ത് പ്രവർത്തിക്കുന്ന മനസ്സിലാക്കാൻ കോൺഗ്രസ്സുകാർ ഇതിനെ തീർച്ചയായും. പ്രതിരോധിച്ച് നിർത്തേണ്ട ഒരു ഉത്തരവാദിത്തം അവർക്കുണ്ട്. അത് പറയാൻ വേറൊന്നുമല്ല, ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമാണല്ലോ ഇപ്പം ഇതിനെല്ലാം കാരണമായ ഒരു വിഷയം. സത്യം പറഞ്ഞാൽ ബി.ഡി. സതീശൻ എടുത്തൊരു നിലപാടെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വളരെ എന്താ പറയാ, അഭിനന്ദിക്കപ്പെടേണ്ട ഒരു നിലപാട് തന്നെയായിരുന്നു. കാരണം കൃത്യമായ നിലപാടാണ് അദ്ദേഹം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ എടുത്തിരുന്നത്. അദ്ദേഹം ഇങ്ങനൊരു നിലപാട് എടുത്തിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കോൺഗ്രസിന് അടിത്തറ വരെ ഇളകി പോകുന്ന രീതിയിലോട്ടായിരിക്കും കാര്യങ്ങൾ പോവുക. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ചെറിയ ആരോപണങ്ങളല്ല. അത് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസിനെ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ന്യൂട്രൽ ആയിട്ടുള്ള കുറെ സ്ത്രീ വോട്ടർമാരുണ്ട്. അവർ കൃത്യമായിട്ട് അവരത് അനലൈസ് ചെയ്യുമെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത്. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ നിർത്തിക്കൊണ്ട് സംരക്ഷിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ തീർച്ചയായിട്ടും ഇത്തരം ആളുകൾ ഒരുപക്ഷെ മാറി ചിന്തിക്കാനുള്ള കാരണം ആയേനെ. പക്ഷെ അതിനിട കൊടുക്കാത്ത വിധം വെറും 24 മണിക്കൂറിനുള്ളിൽ വി.ഡി. സതീശൻ കൃത്യമായിട്ട് ഇതിലൊരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളിടത്താണ് അതിൻ്റെ ഒരു ഇതിരിക്കുന്നത്, അതിൻ്റെ ഒരു ഗ്രേസ്നെസ് ഇരിക്കുന്നത്. പക്ഷെ ഇത് മനസ്സിലാക്കേണ്ട ഒരു ബാധ്യത തീർച്ചയായിട്ടും അണികൾക്കിടയിലുണ്ട്. ഇവർക്ക് പല അഭിപ്രായങ്ങളുണ്ടായിരിക്കും. ശരിയാണ്, രാഹുൽ വളരെ അഗ്രസീവായിട്ടുള്ള, വളരെ ചുറിയുറുക്കോടുള്ള ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ്, അവർക്ക് വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ്. അപ്പോൾ അയാൾക്കെതിരെ ഇത്തരം ഒരു ആരോപണങ്ങൾ ഉയരുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വൈകാരികമായി പ്രതികരിക്കാതെ കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് അവരതിനെ കാണണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അത് തന്നെയാണ് രാഹുൽ കഴിഞ്ഞ ദിവസവും പറഞ്ഞത്. കഴിഞ്ഞ ദിവസം സഭയിൽ എത്തിയ സമയത്ത് രാഹുലിനെ അപ്പോഴും കോൺഗ്രസിനെ മറികടന്ന് രാഹുൽ പ്രവർത്തിച്ചു എന്ന രീതിയിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെതിരെ തന്നെ മാധ്യമങ്ങളോട് രാഹുൽ പ്രതികരിച്ചിരുന്നു. ഞാൻ കോൺഗ്രസ്സുകാരനാണ്, ഞാൻ ജീവിത അവസാനം വരെയും കോൺഗ്രസ്സുകാരനായി പ്രവർത്തിക്കും എന്നുള്ള രീതിയിൽ തക്കതായ മറുപടി അതിന്. അതെ അതെ അതെ. മാത്രമല്ല, ഇത് രാഹുലിനെ നിയമസഭയിൽ എത്തിച്ച ഒരു നേതാവിന് നേരെയും സമാനമായ രീതിയിലുള്ള ആക്രമണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇതൊരിക്കലും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കോൺഗ്രസിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ കുറച്ച് ആളുകൾ ഇവിടെ ശ്രമിക്കുന്നുണ്ട്. അതിന് പെയ്ഡായിട്ട് പെയ്ഡായിട്ടുള്ള പേജുകളും പെയ്ഡായിട്ടുള്ള ഗ്രൂപ്പുകളും ഇതിന് കൃത്യമായി പണം വാങ്ങി ഇത് ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോൺഗ്രസിനെ തകർക്കേണ്ടത് ഇപ്പോൾ പലരുടെ ആവശ്യമുണ്ട്. ഇപ്പോൾ CPM അങ്ങനെ ഒരു ആവശ്യമുണ്ട്, BJPക്കും അങ്ങനെ ഒരു ആവശ്യമുണ്ട്, പലർക്കും അങ്ങനെ ഒരു ആവശ്യമുണ്ട്. കോൺഗ്രസ് ഇല്ലാതാകേണ്ടത് അവർക്ക് അവരുടേതായ ചില ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അവർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അവർ ഒരുപാട് പണം മുടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് ഉണ്ടാകുന്നതാണ് എനിക്ക് പലപ്പോഴും തോന്നിയത്. അപ്പം എനിക്ക് തോന്നുന്നില്ല ഇത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഫേക്ക് ഐഡികളിലൂടെയാണ് ഇവർ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അവർ ചെയ്യേണ്ടത് അതല്ലാതെ ഇനി യഥാർത്ഥത്തിലുള്ള ഫേക്ക് ഐഡി അല്ലാത്ത യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകരുണ്ടല്ലോ, അപ്പം അവരെങ്കിലും ഇതിൽ വീണ് പോകാതെ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, വി.ഡി. സതീശനെ അടക്കമുള്ളവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വ്യക്തമായ രീതിയിൽ ഈ പറഞ്ഞ പൊതുവിടത്തിൽ, സൈബറിടത്തിൽ ഇടപെടുന്നതായിരിക്കും അവരെ സംബന്ധിച്ച് നല്ലത്. അല്ലാത്ത പക്ഷം കോൺഗ്രസ് ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ഒലിച്ചു പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്.